ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്റെ ഇന്നത്തെ ഇപ്പൊ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തോ സാഹസികതയുള്ള പുറപ്പാടാണെന്ന്. അതെ ഗൈസ്, ഇന്ന് വെറും സാഹസികതയല്ല, ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഒരു തീക്കളിയാണ്. തീക്കളി കണ്ടില്ലേ, ഗ്യാസ് കണ്ടില്ലേ എന്റെ ദൈവമേ, അടുക്കള കത്തുപോയിരുന്നു. എനിക്ക് മനസ്സിലായില്ല അടുക്കളയെ കണ്ടപ്പോൾ. ഞാൻ എന്റെ വീട്ടിലെത്തിയത് ഞാൻ ഇന്നലെയാണ് വീട്ടിൽ വന്നത്. സാധാരണ ഞാൻ രാത്രി ആകുമ്പോഴാണ് എത്താ. ഇന്നലെ എന്റെ അമ്മ കൂട്ടാൻ വന്നത് കൊണ്ട് തന്നെ ഞാനൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. ഇന്ന് അച്ഛൻ ജോലിക്ക് പോയി, അമ്മ എന്റെ ഫ്രണ്ടിനോട് കണ്ണൂർ പോയി. പക്ഷേ അതുകൊണ്ട് എന്താ ഇന്ന് അടുക്കളവരുടെ ഗൃഹവരുടെ എല്ലാം എന്റെ കയ്യിലാണ്. എനിക്ക് സ്വന്തം അയ്യോ പാവച്ചോട് പറ്റി. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ദോശ. നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ദോശ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ദോശ ഉണ്ടാക്കാനാണ് ഇത്ര വലിയ ഗെറ്റപ്പ്. എന്താണ് ഗൈസ് ദോശക്ക് ഇത്ര വലിയ പുച്ചെടുത്തത്? ദോശ അതൊരു കലയാണ്, കല. ഈ കലയെ ഞാൻ കൊലയാക്കുമെന്ന് അറിയില്ല, പക്ഷെ ദോശ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതേ ഒരു കലയാണ്. അതായത് ദോശയുടെ മാവ് ഇങ്ങോട്ട് എടുത്തത് എന്നിട്ട് പാനിലോട്ട് ഒഴിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഇങ്ങോട്ട് റൗണ്ടായിട്ട് ചുറ്റിയിട്ടോ. ഇത് കറക്റ്റ് റൗണ്ട് വന്നില്ലെങ്കിൽ അത് മാപ്പിന്റെ അവസ്ഥയിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്ക്. അപ്പൊ ഈ റൗണ്ടായിട്ട് വരുന്ന ദോശ ഉണ്ടാക്കുന്നത് ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ കലയിൽ മാസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും ദോശ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വലിയ പ്രഗത്ഭന്മാരാവണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ കടക്കുകയാണ് മിഷൻ ദോശ. സോ ആദ്യമായി നമുക്ക് ദോശയുടെ ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. അരി കൂട്ടുകാരെ, കണ്ട ഗൈസ് ദോശ. അയ്യോ ദോശയല്ല, ദോശ ആവാൻ പോകുന്ന മാവാണ് ഈ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും പാവം ഞാൻ രാവിലെ എണീച്ച് അരച്ചരച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ മാവെന്ന്. ഒരിക്കലുമല്ല. ഇത് എൻ്റെ അമ്മയുടെ ഒരു പ്ലാൻ ബി ആയിരുന്നു. കാരണം അമ്മയുടെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മുടെ അമ്മമാർക്കല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്. സോ എൻ്റെ പെരട്ട സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അമ്മ പ്ലാൻ ബി ആയിട്ട് ദോശയുടെ മാവും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അതുകൊണ്ട് എന്താ നമുക്കിന്ന് വീഡിയോ എടുത്ത് എല്ലാവരും ദോശ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കും. എന്റെ ദോശ കമോൺ ഗൈസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നെയ്യ്. കണ്ടോ, ഇത് ആരുടെയോ നെയ്യാണ്. ഇത് എന്റെ അച്ഛൻ രാവിലെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന നെയ്യാണ് ഗൈസ്. പ്യുവർ ആണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ദോശയുടെ അടുത്ത പ്രത്യേകത ദിസ് ഈസ് ആൻ അൺഹെൽത്തി ദോശ. നെയ്യിൽ മുക്കിയാണ് നമ്മളെല്ലാവരും ഈ വീട്ടിൽ ദോശ ചുടാറ്. കമോൺ. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇത് മുട്ടയാണ് കേട്ടോ. മുട്ട പൊരിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഉള്ളി ഒന്നും ഇല്ല. കാരണം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളി അരിയാൻ മടിയാണ്. അതൊന്നാമത്തെ കാര്യം. പാവന്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉള്ളി കിട്ടി എന്നിട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ എന്റെ ചെറിയ ആൾക്ക്, അതായത് എന്റെ വാവച്ചിക്ക് ഉള്ളി ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു ബോണസ് പോയിന്റ് കൂടിയാണ്. അവർക്ക് ഉള്ളി ഇഷ്ടമില്ല, എനിക്ക് മടിയുമാണ്. അപ്പൊ നമുക്കതൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ പാൽ ഇതിന്റെ സൈഡിലായിട്ട് കണ്ടു കാണല്ലോ. അത് നമുക്ക് ബ്രൂ കോഫി ഇടാനായിട്ട് ഉള്ള സംഭവമാണ്. ഈ ബ്രൂ എന്ന് പറയുന്നത് എൻ്റെ ചെറുതിന്റെ ഫേവറേറ്റ് ആണ്. കാരണം ഭാവി പൊതുവേ ചായയും കാപ്പിയും അങ്ങനെ ഒന്നും കുടിക്കാത്ത കുട്ടിയാണ്. പിന്നെ ബ്രൂ ഉണ്ടെങ്കിൽ കുറച്ച് കുടിക്കും, അത്രേ ഉള്ളൂ. സോ നമുക്ക് ദോശയുടെ, കാരണം ഇതെല്ലാം കൂടി കാണുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയി. അപ്പൊ നമുക്ക് ദോശയുടെ ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് മാറ്റി വെക്കാം. പാന്, ദോശയ്ക്ക് വേണ്ട ദോശമാവ്, പിന്നെ നമ്മുടെ നെയ്യ്. അയ്യോ ദോശ ഇടാനുള്ള അത് മറന്നുപോയി. സോ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ബിഗിനേഴ്സ് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, വേറെ എവിടെ നോക്കരുത് കേട്ടോ, നിങ്ങൾ ഇവിടെ തന്നെ നോക്കണേ. ഇതാ നമ്മൾ ഈ സ്റ്റവ് ഇങ്ങോട്ട് കത്തിക്കണം. നൈസായിട്ട് സ്റ്റവ് കത്തി. അടുക്കള കത്തിയിട്ടില്ല. അപ്പൊ സ്റ്റവ് കത്തി. ഇനി നമ്മൾ ഈ പാൻ എടുത്ത് സ്റ്റവിലോട്ട് വെക്കണം കേട്ടോ. നമുക്ക് ഈ പാൻ ഒന്ന് കുറച്ചൊന്ന് ഇച്ചിരി ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. സോ ഒരു 2 മിനിറ്റ്, ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൊണ്ടൊക്കെ ചൂടാവും. അതിനകത്ത് നോൺ സ്റ്റിക്ക് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം, കുഴപ്പമില്ല, ചൂടാവുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചൊക്കെ വെച്ചേക്കാം. അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുമ്പോഴേ നെയ്യ് പൊട്ടിത്തെറിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് പറ്റുന്നതിനും കുഴപ്പമില്ല ഗൈസ്. അടുക്കള എങ്ങാനും എത്തിയല്ലോ, അതാണ്. അപ്പൊ നമുക്ക് നെയ്യൊക്കെ കുറച്ചൊക്കെ കേട്ടോ. ശരിക്കും ഞാൻ ആലോചിക്കുക ഗൈസ്, ഞാനിവിടെ ദോശ ചുടാനായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് പുറത്തൊക്കെ പോയിട്ട് മൂവി റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഒരു മൂവിയൊക്കെ കണ്ട്. പക്ഷെ ഇനിയിപ്പോ അറിയത്തില്ല, ചിലപ്പോൾ അത് ഞാൻ ചെയ്യാൻ വഴിയുണ്ട് കേട്ടോ. ചിലപ്പോട്ടോ, ഉറപ്പില്ലേ. അപ്പൊ നമ്മുടെ ദോശയുടെ കല്ല് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ അൺഹെൽത്തി ആണ്. പിന്നെ എനിക്ക് തൊട്ട് എല്ലാവർക്കും ഈ വീട്ടിൽ നെയ്യ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പം ചിലവരേലും കണ്ടിട്ട് പറയും, ചില അമ്മമാരൊക്കെ പറയും അയ്യോ കുട്ടി ഒഴിച്ച് നെയ്യിന്റെ എണ്ണ കൂടുതലാണ്. ഇത് എനിക്ക് തന്നെ അറിയാം, നെയ്യ് മീൻസ് കുറച്ച് കൂടുതലാണ് ഞാൻ ഒഴിക്കുന്നതെന്ന്. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. നെയ്യിൽ മുക്കിയാലേ ദോശ കഴിക്കാൻ തന്നെ ഇവിടെ മൂടുള്ളൂ. നമുക്ക് വേണം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഈ നെയ്യിന്റെ മണം കേൾക്കുമ്പോഴേ എനിക്ക് നെയ്യ് ചുമ്മാ ചൂടാക്കി കുടിക്കാൻ തോന്നുന്നു. അമ്മമാരെയൊക്കെ സമ്മതിക്കണല്ലേ, രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് അവര് ജോലിക്കും പോകും, നമ്മുടെ കാര്യങ്ങളും ചെയ്യും. സോ പ്രൗഡാണ്, പ്രൗഡ്. അപ്പൊ നമ്മുടെ ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല്
ഇത് ചൂടായിട്ട് വരാണ്ട് മാവ് എങ്ങാനും ഒഴിച്ചാല് മീൻസ് മാവ് നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടത്തില്ല. ഈ പരന്ന് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു അസലായിട്ട് പരത്തുന്നത്. നമുക്ക് നോക്കാം. വി ക്യാൻ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. ഗൈസ് നോക്ക്, നല്ല ആവിയൊക്കെ വന്നു തുടങ്ങിട്ടോ. അപ്പൊ നമുക്ക് നൈസായിട്ട് മാവ് ഒഴിക്കാം. സോ നമ്മൾ മാവ് എടുക്കുക. മാവ് ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ആദ്യം നമ്മൾ ഇളക്കി, മീൻസ് മാവ് നമ്മൾ ആക്കി വെച്ച മാവാണെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത മാവായതുകൊണ്ട്, ഉറച്ചിരിക്കുന്നതായതുകൊണ്ട് നമ്മളൊന്ന് എടുത്താലേ മൊത്തത്തിലൊന്ന് സെറ്റ് ആകത്തുള്ളൂ. നമുക്ക് കുറച്ച് വെക്കാം. നല്ല തീ കൂടിപ്പോയി തോന്നുന്നു. ഒന്നും കൂടി ഒന്ന് ചിരിക്കാം. നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയായിട്ടാണെന്ന്. അതൊരു സത്യമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ദോശമാവ് ഇങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അയ്യോ, ഇതല്ല നമുക്ക് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതാ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അതാവുമ്പോ വലിയൊരു കുഴപ്പം വരില്ല. പോയല്ലോ ഈശ്വര. ഗൈസ് ഇതൊന്നും ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ, നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സീഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. എന്റെ ദോശയുടെ കല കണ്ടെത്താൻ തോന്നുന്നു. എന്റെ ഫോണിന്റെ സ്റ്റോറേജ് അടക്കം അടിച്ചു പോയി ഗൈസ്. അപ്പൊ നമ്മൾ ആ ഉണ്ടാക്കിയ ദോശ ഇങ്ങോട്ട് നോക്കൂ. ഈ ബലൂണിലാണ് വന്നിരിക്കുന്നത്. കണ്ടാ മറിച്ചിടാനൊക്കെ എനിക്കറിയട്ടാ. നമുക്കിതെടുത്ത് പാത്രത്തിലുള്ള മോനെ നിക്കണേ, താഴെ പോയാൽ നടക്കിടും. ഗൈസ് ഇത് ആദ്യത്തെ ദോശ ഏതാണ്ടായിട്ട് കേട്ടോ ഇങ്ങനെ. കാരണം നിങ്ങൾക്ക് ഞാൻ ഒരു ട്രെയിനിങ് ക്ലാസ് തന്നെയാണ്. ആദ്യം നിങ്ങൾ ദോശ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മാവ്. നമുക്ക് രണ്ടാമത് ഒരു ദോശ കൂടി ചുട്ടു നോക്കാം കേട്ടോ. വല്ലതും നടക്കുവോ? വീണ്ടും നമ്മൾ തവ ഇങ്ങനെ ആട്ടുക. ഇതില് ദുലുവിന്റെ കല കാണിച്ചിരിക്കും. അതത്രേ ഉള്ളൂ. ഓൾറെഡി ചൂടായതാണ് ഗൈസ്. ഇപ്പൊ വേണ്ട. ഇത് അധികം ഇളക്കാൻ നിൽക്കണം. നേരത്തെ അധികം ഇളക്കിയതുകൊണ്ടൊക്കെയാ തോന്നി ചീറ്റിപ്പോയത്. ഇതെടുത്തിട്ട് ഓക്കെ കുറച്ചായി എടുക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ദോശ മൊത്തം ഞാൻ തിന്നിട്ട് വരും. കോൺസെൻട്രേഷൻ. നമുക്ക് ആദ്യം ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ് ഗൈസ്. കോൺസെൻട്രേഷൻ. ഒരു കുട്ടി ദോശ കണ്ടോ ഗൈസ്. ഞാൻ ഓവറായിട്ട് ആർഭാടം ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. കണ്ടോ ഇപ്പൊ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മുടെ ദോശ ഇരിക്കുന്നുണ്ട്. പേടിച്ചിട്ട് ഇളക്കിയിട്ടേ ഇല്ല. ദോശ ചുറ്റിയിട്ടേ ഇല്ല പേടിച്ചിട്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ദോശ ചുടുന്നത് ഒരു കളിയാണെന്ന്. ബാക്കി ചിക്കന്, ബീഫ്, മീന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു കണ്ടുപിടുത്തം. കാരണം ഞാൻ അതെല്ലാം വളരെ കൂളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ദോശ എന്ന് പറയുന്നത് ഒരു കലയാണ്, കലാണ്. ദോശയിലെ ചെറിയ സംഭവം ആക്കിയവനെ ഉണ്ടല്ലോ.
ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ ദോശ ആയിട്ടുണ്ട്. കണ്ടാ അമ്പാ മാമനെ ബാക്ക. നമുക്ക് രണ്ട് ദോശയും വെച്ച് ഒരു കമ്പാരിസൺ നടത്താം. എന്താ, ഇതാണ് നമ്മൾ ആദ്യം ചുട്ട ദോശ. കണ്ടില്ലേ, ഒരു അമീബ പോലെയുണ്ട്. ഇപ്പൊ ചുട്ട ദോശ നോക്കൂ. കണ്ടാ, കുറച്ചുകൂടെ റൗഡൊക്കെ നമ്മുടെ അമീബയിൽ നിന്ന് ഒരു മെച്ചപ്പെടലൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. ഇങ്ങനെയാണ് ഗൈസ് നിങ്ങളെ വീട്ടിൽ ചുടുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാം. ആദ്യ ദോശ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ചുട്ടത് തന്നെ. അപ്പൊ മൂന്നാമത്തെ ദോശ ഇതിലും സൂപ്പർ ആയിട്ട് അടുത്ത അടിപൊളി റൗണ്ട് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദോശ എടുത്തെടുത്തത്. അപ്പം നമ്മുടെ മിഷൻ ദോശ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ ദോശ ചീറ്റിപ്പോയ സ്ഥിതിക്ക് നമ്മൾ മുട്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോട്ടോ, കണ്ടോ ഗൈസ്, മുട്ട ചുടുന്നതിൽ ഞാൻ മാസ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പതുക്കെ. ഹലോ എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്കെങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രൂ കോഫി ആയിട്ടുണ്ട് കേട്ടാ. ബ്രൂ കോഫി ഇങ്ങനെ പൊന്തി വരാൻ പോവാണ്. പൊന്തി വാ മോനെ, പൊന്തി വാ. നമ്മുടെ ഫൈനൽ സാധനങ്ങളുടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ദോശ, നമ്മുടെ മുട്ട, നമ്മുടെ ബ്രൂ കോഫി. അപ്പൊ ഗായ്സ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. ആദ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക. പക്ഷെ നിങ്ങൾ തളരരുത്, രാമൻകുട്ടി തളരരുത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യില്ലേ, അതുപോലെ നിങ്ങളുടെ ജിം വർക്കൗട്ട് ആയിട്ട് നിങ്ങൾ ദോശ ചുടുന്നതിനെ കണക്കാക്കി ദോശ ചുട്ടുകൊണ്ടിരിക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട്